ഹലോ ഗായ്സ്, നമുക്കിന്നൊരു കോൺ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യം കോൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മൊത്തമായിട്ട് യൂസ് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഒരു കാൽഭാഗം, അതായത് ഒരു അര ഗ്ലാസ്സോളം മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പകുതി വീതം സവോളയും ക്യാപ്സിക്കവും, അര കപ്പ് അളവിൽ ബീൻസ് ചെറുതായി അരിഞ്ഞതും, ഒരു 3-4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അരി തയ്യാറാക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ രുചി നോക്കുമ്പോൾ എപ്പോഴും ഒരു പൊടി മുന്നിലോട്ട് നിൽക്കണം, അപ്പോഴാണ് നമുക്ക് അരി വെന്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പുണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ സ്പൂണിൽ വിനാഗിരിയും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ മീഡിയം ഗ്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് കേട്ടോ. അരി ഒന്ന് കഴുകി തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് കണക്കാട്ടോ. അപ്പോൾ ആദ്യം എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു 2 മുട്ട നന്നായിട്ട് ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ, ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനുള്ള കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ പറഞ്ഞിരുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞ 3 വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത്തിരി വലിയ വെളുത്തുള്ളിയായിരുന്നേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസിനാണല്ലോ വേവ് കൂടുതൽ, അപ്പോൾ ആദ്യം ഞാൻ ബീൻസിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ സബോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർക്കണേ. അതുപോലെ ക്യാപ്സിക്കം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ കോൺ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അരക്കപ്പ് അളവിലാണ് എടുത്തിരുന്നത്, വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളിതിലേക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. സോയ സോസ് എപ്പോഴും നമ്മൾ പാത്രത്തിൻ്റെ സൈഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, അപ്പോഴാണ് അതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചൂറ്റി വെച്ചിട്ടുള്ള അതൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. ആ റൈസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കോൺ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്